ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇഡ്ഡലിപ്പൊടിയാണ്. ദോശപ്പൊടി എന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ലെണ്ണയോ നെയ്യോ ഒക്കെ ചേർത്ത് കഴിക്കാൻ സൂപ്പറാണ്. അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ തരാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ടൊക്കെ പോകത്തുള്ളൂ. നിങ്ങളോടല്ലാണ്ട് പിന്നെ വേറെ ആരോടാണ് എനിക്ക് പറയാനുള്ളത്? പിന്നെ നമ്മുടെ ഓഫീസിലൊക്കെ പോകുന്ന ലേഡീസിനൊക്കെ ആണെങ്കിൽ ഇത് ചെയ്ത് വെക്കുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദോശയോ ഇഡലിയോ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഈ ഇഡലിപ്പൊടി ഇതൊക്കെ ആണെങ്കിൽ ഒരു 1 വീക്ക് വരെയൊക്കെ പുറത്തിരിക്കും. അത് ഈ കൂടുതൽ സമയം അത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാനൊക്കെ പറ്റും. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. അപ്പം നമുക്ക് ഇഡലിപ്പൊടി റെഡിയാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ഫസ്റ്റിൽ തന്നെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക്, കറി ലീഫ്, ഇത് പൊട്ടുകടല എന്ന് പറയും, പിന്നെ കടലപ്പരിപ്പ് എന്നും പറയും, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് എള്ളെടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി, ഉപ്പ്, നെയ്യ് പിന്നെ ലാസ്റ്റിലേക്ക് മതി. ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കടലപ്പരിപ്പാണ്. അത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോവരുത്. നല്ലൊരു സ്മെല്ലൊക്കെ വരും കടലപ്പരിപ്പ് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന്. ഇത് പൊട്ടുകടലെന്നും കടലപ്പരിപ്പെന്നും പല പേരിലാണ് ഇത് പറയുന്നത്. നമ്മൾ ഇത് കണ്ടിട്ടില്ലേ, നല്ലതായിട്ട് വറുത്തിട്ട് നമ്മുടെ മിക്സ്ചറിനകത്തിലൊക്കെ കിടക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട്. ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് ഡാർക്കൊന്നും ആകേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്ന് വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നന്നായിട്ടതും റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് കരിച്ച് കളയരുത്. ഒരു മീഡിയം പരുവത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഉഴുന്നും റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ കടലപ്പരിപ്പ് റോസ്റ്റ് ആക്കി വെച്ചിരുന്ന അതിലേക്ക് തന്നെ നമുക്ക് ഇതും കൂടി ഇട്ട് വെക്കാം. ഇനി നമുക്കടുത്ത എള്ളാണ്. എള്ളിന് റോസ്റ്റ് ചെയ്യുമ്പോഴും നല്ലൊരു സ്മെല്ലാണ്. ചിലരാണെങ്കിൽ ഈ എള്ളിന് പകരമായിട്ട് അരി ഇടും. ഞാൻ എള്ളിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് 3 റെഡിയായി കിട്ടി. ഇവിടെ എരിവ് അത്ര അധികം വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഒരു 3-4 മുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എരിവ് കൂട്ടാം. ഞാൻ മുളക് റോസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ബാക്കി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് കറി ലീഫാണ് ചേർക്കുന്നത്. അപ്പോൾ ആ പാനിലുള്ള ചൂട് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇത്തിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ടേസ്റ്റ് ഒന്നും മുൻപിൽ വരത്തില്ല. കായപ്പൊടി ചേർക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇത് നെയ്യുമായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് സൂപ്പർ ടേസ്റ്റാണ്. ഞാനിത് വെറുതെ പറയുന്നൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിലെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ പണ്ട് ഉണ്ടാക്കി തരുന്നതായിരുന്നു. ഇപ്പം എല്ലാവരും മറന്നു പോയെന്നേ ഉള്ളല്ലേ. ഫ്രൈങ് പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇവിടെ നിന്നൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം മിക്സിയിൽ. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിന് ഞാനത് പൊടിച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇഡലിപ്പൊടി റെഡിയാക്കി. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ഇഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. ശരിക്കും പറയുന്നത് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നൊന്നും അല്ല. അപ്പം നമ്മുടെ ഇഡലിയുടെ കൂടെ നമ്മൾ നെയ്യും മുക്കി ഒന്ന് കഴിക്കുമ്പം എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ ഇപ്പം തന്നെ. അപ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഇഡലിപ്പൊടി ഇങ്ങനെ അങ്ങോട്ട് ഇടുക. അത് കഴിയുമ്പം 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് നമ്മുടെ കൈയിട്ട് ഇങ്ങനെ ഒന്ന് ചാലിച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ നല്ല ബട്ടൺസ് പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റ് ഇഡലി ഇതിലേക്ക് മുക്കുക. എന്നിട്ട് നമുക്ക് വായിലേക്ക് വെക്കുക. എന്താ ടേസ്റ്റ് എന്നറിയാവോ? സ്വർഗം മാമാ സ്വർഗം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.